പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. എന്താണെന്നല്ലേ, കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു ക്ലിപ്പ് മൈക്ക് അല്ലെങ്കിൽ കോളർ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് തരിക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഒരു ക്ലിപ്പ് മൈക്കാണ് ഇത് വന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. ഇങ്ങനെ ഒരു ബോക്സിന്റെ പുറമെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കവറും ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇത് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ എന്തായാലും ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. എന്തായാലും ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ബെറ്റർ ആണിത്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സിനുള്ളിൽ ഇങ്ങനെ ഒരു പാക്കറ്റിനുള്ളിലാണ് നമ്മുടെ മൈക്ക് ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മൈക്ക്. നമുക്കൊന്ന് നോക്കാം, ബോക്സ് മാറ്റി വെക്കാം. മൈക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഇങ്ങനൊരു സ്പോഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് മൈക്ക്. ഓക്കെ, കാണാൻ അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മൈക്കിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ക്ലിപ്പിനൊക്കെ നല്ല ബലമുള്ളതാണ്. 3.5 mm പിന്നാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അത് ഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. നമുക്കിനി ഈ സ്പോഞ്ച് എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു മൈക്കിൽ വെച്ചുകൊണ്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം നോയ്സ് കുറച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. നമുക്കെന്തായാലും ഈ ഒരു സ്പോഞ്ച് ഇല്ലാതെ നമുക്കൊന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ഈ മൈക്കിൽ കൂടിയുള്ളതാണ്. മൈക്കിൽ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടില്ല കേട്ടോ. സ്പോഞ്ച് വെക്കാതെ വിത്തൗട്ട് സ്പോഞ്ചിലൂടെയുള്ള വോയിസാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. അപ്പം സ്പോഞ്ച് വെച്ചിട്ടുള്ള വോയിസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇതിൽ ഞാനിപ്പം സ്പോഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പോഞ്ച് കണക്ട് ചെയ്തതിന് ശേഷമുള്ള വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം എനിക്കിപ്പോൾ എന്തായാലും ഇതിൽ എങ്ങനെയാണ് വോയിസൊക്കെ ക്ലിയർ ആണോ, അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തുനിന്നുള്ള വോയിസൊക്കെ ഈ സ്പോഞ്ച് വെച്ച ശേഷം കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ സാധിക്കില്ല. എനിക്ക് ഒന്നുകിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാമത് പ്ലേ ചെയ്യുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ് ഇതിൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 237 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. ഓക്കെ, ഞാനെന്തായാലും ഞാൻ ഒരു വട്ടം ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പം എനിക്ക് തെറ്റ് തോന്നിയിട്ടില്ല, നല്ലതാണെന്ന്, കുഴപ്പമില്ല. ആ ഒരു പ്രൈസിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമെന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉപകരിക്കുമെന്ന് തോന്നുന്നു. കാരണം പലരും ഒന്നുകിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഫോണിലൊക്കെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരം ഒരു മൈക്ക് ഉള്ളത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ക്ലിപ്പാണ്. നല്ല ബലമുള്ള ക്ലിപ്പാണ്. നമുക്കിങ്ങനെ കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഒന്നുകിൽ ഇങ്ങനെ ഇതിൽ വെക്കുമ്പോഴൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോഞ്ച് നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ ടീഷർട്ടിലോ നമ്മുടെ ഡ്രസ്സിലോ ഒന്നും
ഉരസാൻ പാടില്ല. ഉരസി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക്, ഒരു ഡിസ്റ്റർബിങ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇത് ഉരസി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സുമായിട്ട് ഇതിനൊരു കോൺടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വേണം ഇത് ക്ലിപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് മൈക്ക് കണക്ട് ചെയ്യാതെ ഫോണിൽ ഡയറക്റ്റ് ഞാനിപ്പോൾ ഇരുന്ന അതേ ഡിസ്റ്റൻസിൽ ഫോണിൽ ഡയറക്റ്റ് കേൾക്കുന്ന വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അപ്പം അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. ഈ മൈക്ക് ഉള്ളതും മൈക്കില്ലാതെയുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. ആദ്യം ഞാൻ ഇൻട്രോ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇൻട്രോ പറഞ്ഞത്. അപ്പം ഇത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്കോ ഹെഡ്സെറ്റോ ഒന്നുമില്ലാതെ എൻ്റെ ഡയറക്റ്റ് ഫോണിൽ ഞാൻ ആ ഇരുന്ന ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇരിക്കുന്ന അതേ സെയിം ഡിസ്റ്റൻസിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള വോയിസാണ് നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ ഫോണിലെ മൈക്കിൻ്റെ വോയിസാണ്, റെക്കോർഡിംഗ് വോയിസാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നതിന്. ഓക്കെ, ഈ ഒരു മൈക്കിൽ എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിൾ ലെങ്ത് വളരെ കുറവാണ്. കേബിള് നമുക്ക് 1 മീറ്ററേ ലഭിക്കുന്നുള്ളൂ. 1 മീറ്റർ കേബിളാണ് ഇതിൽ ഉള്ളത്. നമുക്കപ്പം മിക്കവരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിസ്റ്റൻസിലൊക്കെ ക്യാമറ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ടായിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഈ ഒരു ലെങ്ത് കൊണ്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ 250 രൂപയ്ക്ക് 230 രൂപയ്ക്കൊന്നും നമുക്ക് ഒരു 10 മീറ്റർ കേബിളൊന്നും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. 3.5 mm മെയിൽ ടു ഫീമെയിൽ ഓക്സ് കേബിൾ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ്, നീളമുള്ള നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തിനുള്ള കേബിളൊക്കെ അവൈലബിൾ ആണ്. ഞാനപ്പോൾ അതിലൊരു കേബിൾ ഒരു 1.5 മീറ്ററിൻ്റെ കേബിളാണ് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചത്. 1.5 മീറ്ററിൻ്റെ ഒരു കേബിൾ 50 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 50 രൂപയ്ക്ക് നല്ലൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള കേബിൾ തന്നെയാണ്. മിക്ക ഇലക്ട്രോണിക്സ് കടയിലും അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുകളിലും ഓൺലൈൻ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആണ്, വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഒരു കേബിൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നീളം കുറവെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത്. എന്തായാലും മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലത് നോക്കി മേടിക്കുക. നിങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കിയ ശേഷം മേടിക്കുക. കാരണം ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ ലോക്കലാണെങ്കിൽ വോയിസ് ക്ലാരിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് നോക്കി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയ ശേഷം മേടിക്കുക. ഈ മൈക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത ശേഷം നല്ലത് നോക്കി മേടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കേബിളിൻ്റെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു കോളർ മൈക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക്, ഞാൻ വാങ്ങിയ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി